നമസ്കാരം. ഇലക്ഷൻ 2026 കേരള മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോടിൻ്റെ വിശകലനങ്ങളാണ്. കോഴിക്കോട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ CPM-ഉമായിട്ട് അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായിട്ട് കൈകോർത്ത് വലിയ ബാന്ധവത്തിലുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആ ജില്ലയോട് എപ്പോഴും ഈ CPM-നും CPM-ൻ്റെ അരിംഭാവികൾക്കും ഒപ്പം തന്നെ LDF-നും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണോ പ്രതിഫലിക്കാൻ പോകുന്നത്, അതോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് UDF കരുതുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു ഇളക്കം കൊള്ളിക്കുവാൻ കോഴിക്കോടിനായി, അല്ലെങ്കിൽ കോഴിക്കോടിനെ ഒന്ന് ഇളക്കി മറിക്കുവാൻ UDF-നായി എന്നുള്ളതാണ്. അവിടെ ഒരു ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഒപ്പം ലീഗിന്റെ വലിയ അപ്രമാദിത്വം കൂടി അതിനകത്തുണ്ട്. അങ്ങനെ ടീം UDF ആയിട്ട് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട് കോഴിക്കോട്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കോഴിക്കോട്? സാദിഖ് സാർ. തീർച്ചയായിട്ടും കോഴിക്കോട് കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനൊരു ബാലികേറ മലയാണ്. 30-40 വർഷമൊക്കെ ആയിട്ടും ഒരു സീറ്റ് പോലും പലയിടത്തും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥിതി തന്നെ കോൺഗ്രസിനൊരു MLA പോലും കോഴിക്കോട് ജില്ലയിൽ നിന്നില്ല. ആകെ UDF-ന് 2 പേരുള്ളതിൽ ഒന്ന് മുസ്ലിം ലീഗിനും ഒരെണ്ണം RMP KK രമയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ തിരിച്ചുവരവ് UDF പ്രതീക്ഷിക്കുന്ന ജില്ലയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും കോർപ്പറേഷനിലെ വലിയ ഒരു ആകെ കൂടി കേരളത്തിൽ CPM-നെ സഹായിച്ച കോർപ്പറേഷൻ കോഴിക്കോട് മാത്രമേ ഉള്ളൂ. അത് അവർക്കൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബാലുശ്ശേരി മുതൽ നോക്കിയാൽ ബാലുശ്ശേരി സച്ചിൻ ദേവ് പ്രായം കുറഞ്ഞ ഒരു MLA ആണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. അവിടെ ഒരു VT സൂരജാണ് UDF. അവിടെ ഒരു പക്ഷേ ആ സീറ്റ് ബാലുശ്ശേരി പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള വലിയ അമിത വിശ്വാസമൊന്നും UDF വെച്ച് പുലർത്തുന്നില്ല. എന്നാൽ തൊട്ടടുത്ത ഏലത്തൂർ എന്ന് പറയുന്ന മണ്ഡലമുണ്ട്. ഏലത്തൂരിൽ നമ്മളുടെ മന്ത്രിയാണ് AK ശശീന്ദ്രനാണ് മത്സരിക്കുന്നത്. ഒരു നിശ്ചിത പ്രായമൊക്കെ കഴിഞ്ഞാൽ സ്വയം ഒഴിഞ്ഞു കൊടുക്കേണ്ടുന്നതാണ്. അത് ഒഴിഞ്ഞു കൊടുക്കാത്തതിൽ ആ പാർട്ടിക്കകത്ത് അത് എപ്പോൾ വേണമെങ്കിലും രണ്ടായി പിളരാവുന്ന പരുവത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ വേണമെങ്കിൽ ആ പാർട്ടിക്കാരനെ തോൽപ്പിക്കാം അല്ലെ? അത് ഇത്തവണ മിക്കവാറും അത് സംഭവിക്കും. ഈ രണ്ടായി പിളരുന്നതിന് പകരം ഇല്ലാതാകുന്ന ഒരവസ്ഥ തന്നെ വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടായേക്കാം. അവിടെ വനിതാ സ്ഥാനാർത്ഥിയായ വിദ്യാ ബാലകൃഷ്ണൻ DCC-യുടെയും KPCC-യുടെയും ഒക്കെ ഭാരവാഹിയാണ്. നല്ല ഒരു സംഘാടകയാണ്. ഇത്തവണ അവരത് ഏലത്തൂര് UDF തിരിച്ചു പിടിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അങ്ങനെ കോഴിക്കോട് ആദ്യത്തെ ഒരു UDF സീറ്റായി നമുക്ക് ഏലത്തൂരിനെ കാണാം. അടുത്ത നോർത്താണ്, കോഴിക്കോട് നോർത്ത്. അവിടെ പഴയ മേയർ കൂടിയായ തോട്ടത്തിൽ രവീന്ദ്രൻ സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് ഈ CPM-നകത്ത് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഉണ്ടായ വിഭാഗീയതയൊക്കെ അവിടെ ഏറെ ബാധിക്കാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ കോൺഗ്രസിന്റെ ജയന്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ഈ ഊർജ്ജസ്വലനായ ഒരു സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് നോർത്ത്. കോഴിക്കോട് നോർത്ത് ഇത്തവണ ഒരു പക്ഷേ UDF കിട്ടിയേക്കും. അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. UDF പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അതേപോലെ സൗത്തില് INL-ന്റെ സീറ്റാണ് അഹമ്മദ് ദേവർ കോവിൽ. അതും ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ INL-നെ എത്രയെങ്കിലും വർഷം പുറത്ത് നിർത്തിയിട്ടൊക്കെയാണ് കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ അത് പൂർണ്ണതോതിൽ കൊടുക്കാതെ നേർപകുതി സമയമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ പരാതിയും പരിഭവങ്ങളും ഒക്കെ INL-നകത്തുമൊക്കെ ഉണ്ട്. എങ്കിലും ആ സീറ്റ് UDF ഉറച്ച് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റായി കാണണ്ട. 50-50 ആയിട്ട് നമുക്ക് അവിടെ നിർത്താം. അടുത്തത് പ്രസിദ്ധമായ ബേപ്പൂര. നമ്മുടെ ടൂറിസം PWD വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ പ്രിയങ്കരനായ നമ്മളുടെ റിയാസ്. അത് മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനാണെങ്കിലും CPM-ന്റെ മറ്റ് യുവ നേതാക്കന്മാർക്ക് അപ്രിയ നേതാവായിട്ടാണ് പൊതുവെ വിലയിരുത്തുന്നത്. കാരണം അവർക്ക് ഒരു ഭീഷണിയായി മാറും. ഈവൻ ഷംസീറിന്റെ മത്സര സാധ്യത പോലും ഇല്ലാതാക്കിയതിന്റെ പിന്നിലും അതുണ്ട് എന്നുള്ള ഒരു വലിയ ആക്ഷേപമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം കൂടി മാത്രമല്ല അവിടെ PV അൻവറാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. PV അൻവർ. ആ PV അൻവറിനെ നമുക്കിപ്പോ നിലമ്പൂരിൽ പരാജയപ്പെട്ടു ഒക്കെ ചെയ്തു എങ്കിലും അൻവറിനെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിൽ UDF-ന്റെ പരിപൂർണമായ പിന്തുണയും എല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട്
അൻവർ അവിടെ ജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള ഒരു നിലപാടിൽ നമ്മൾക്ക് നിൽക്കാം. അതായത് UDF വിജയിക്കും, UDF വിജയിക്കും എന്ന് കണക്ക് കൂട്ടുന്നു. കുന്നമംഗലം, വീണ്ടും കുന്നമംഗലം PTA റഹീമും റസാഖ് മാസ്റ്ററുമാണ്. കുന്നമംഗലം റസാഖ് മാസ്റ്റർ നല്ല സ്ഥാനാർത്ഥിയൊക്കെയാണ്. പക്ഷേ PTA റഹീമും അതുപോലെ തന്നെ സ്വാധീനമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു 50-50 സാധ്യത മാത്രമേ അവിടെ UDF അവിടെ കാണുന്നുള്ളൂ. അടുത്ത കൊടുവള്ളി തീർച്ചയായിട്ടും താരതമ്യേന LDFന്റെ സലീം മടവൂർ ഒരു ഘടകകക്ഷിയുടെ നേതാവാണ്. ആ നാട്ടുകാരനൊന്നുമല്ല. അവിടെ PK ഫിറോസ് ആണ് CPനെ എതിർക്കുന്ന UDF മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. ജയപ്രതീക്ഷ വെക്കുന്ന സീറ്റാണ് കൊടുവള്ളി UDF. തിരുവമ്പാടി നിലവിലെ MLA ലിൻഡോ ജോസഫ്, മുസ്ലിം ലീഗിന്റെ കാസിമാണ് അവിടെ മത്സരിക്കുന്നത്. തിരുവമ്പാടിയില് ഒരു സാമുദായികമായിട്ടൊക്കെയുള്ള ഒരു വലിയ ശക്തി കേന്ദ്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് രണ്ടും. അവിടെ കാസിബിന് ഒരു സാധ്യത ഇത്തവണ UDF കാണുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ തിരുവമ്പാടി UDF. കുറ്റ്യാടിയും ഈ പറഞ്ഞതുപോലെ സിറ്റിംഗ് MLA. അപ്പുറത്ത് പാറയ്ക്കൽ അബ്ദുള്ള എന്ന ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു 50-50 മാത്രമേ നിലനിർത്താൻ. കുറ്റ്യാടിയും 50-50 പാറയ്ക്കൽ അബ്ദുള്ള വിജയിക്കുവാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റത്തില്ല. നാദാപുരം P വസന്ത LDF, KM അഭിജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റാണ്. വളരെ നല്ല പ്രചരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. KSUവിന്റെ മുൻ പ്രസിഡന്റാണ്. സേവിയർ അലോഷ്യസ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു വലിയ സാധ്യത, പ്രത്യേകിച്ച് ഈ ഷാഫി പറമ്പിൽ വടകരയുടെ MP ആയതിനു ശേഷം ഈ കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ ഒരു വലിയ ഉണർവ് നമുക്ക് കാണാൻ കഴിയുന്നു. പാതിരാത്രി 1 മണിക്കും 2 മണിക്കും വരെ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് വളരെ ജനകീയനാണ്. അത് ഒരു ഭാവി മുഖ്യമന്ത്രിയെ വരെ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും. അതാണ് ഈ ഉമ്മൻചാണ്ടി സ്കൂളിലാണല്ലോ പുള്ളിയുടെ പഠിച്ചത്. അതെ, ആ സ്കൂളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വേറെ ഒരു സ്കൂളിലും പോയിട്ടില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെ, അതിന്റെ ഒരു ഗുണം പുള്ളിക്കുള്ളത് മാത്രമല്ല, അത് ജനകീയത എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതെ, അപ്പൊ അത് അഭിജിത്തിന് പ്രയോജനം ചെയ്യും. അപ്പൊ അഭിജിത്ത് അവിടെ ജയിക്കും, സാധ്യത ഉണ്ട്. അടുത്ത കൊയിലാണ്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൊയിലാണ്ടിയിലെ T ദാസൻ പ്രസിദ്ധനായ വ്യക്തിയാണ്. പക്ഷെ അവിടെ എതിർക്കുന്നത് അഡ്വക്കേറ്റ് പ്രവീണാണ്. പ്രവീൺ 1-2 തവണ മത്സരിച്ചു. കൊയിലാണ്ടിയിലേക്കാണ് ഇപ്പോൾ മാറി ഒരു പരീക്ഷണത്തിന് വേണ്ടി നിൽക്കുകയാണ്. അവിടെ 50-50 നൽകാം. പ്രവീണും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. 50-50. പേരാമ്പ്രയിലേക്ക് പോയാലോ? പേരാമ്പ്രയിൽ ഇത്തവണ ഏറ്റവും വലിയ വിസ്മയം ഇപ്പോഴേ പ്രതീക്ഷിച്ചു. TP രാമകൃഷ്ണൻ എന്ന LDF കൺവീനർക്ക് മണ്ഡലത്തിന് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ താരതമ്യേന സൗമ്യനായ ഒരു നേതാവ് പത്രപ്രവർത്തകരോട് പോലും കഴിഞ്ഞ ദിവസം ക്ഷോഭിക്കുന്ന നിലയിലേക്കൊക്കെ വരെ വന്നത് പരാജയ ഭീതിയാണെന്നുള്ളതിന് തർക്കമില്ല. അവിടെ ഫാത്തിമ തഹ്ലി, അവിടെ മറ്റൊരു കാര്യം, വനിതകൾക്ക് സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത മതമാണ് ഇസ്ലാം എന്നും പാർട്ടിയാണ് മുസ്ലിം ലീഗും എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നത് എന്തിനാണ്, മര്യാദയാണോ എന്ന് വരെ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥ. അത് മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള നല്ല സംസ്കാര സമ്പന്നയായ ഒരു ചെറുപ്പക്കാരി, അവർ ജയിക്കും. പണ്ട് KG അടിയോടിയൊക്കെ ജയിച്ച സീറ്റാണ് കോൺഗ്രസിന്റെ. പിന്നുള്ളത് വടകരയാണ്. വടകര സിറ്റിംഗ് MLA RMB നിലനിർത്തും. താരതമ്യേന അവർക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി ഭാസ്കരേട്ടൻ എന്ന് പറയുന്ന നല്ല എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ KK രമ അവിടെ ഓഞ്ചിയം ആ സംഭവവും TPയുടെ ഓർമ്മകൾ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു സംശയവും വേണ്ട, അവിടെ രമ ജയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സാധ്യതയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോഴുള്ള 2 സീറ്റിൽ നിന്നും ഏതാണ്ട് 13 സീറ്റുള്ളതിൽ ഒരു താങ്കളിപ്പോൾ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ ഏലത്തൂര് മത്സരിച്ച് വിജയിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. കോഴിക്കോട് നോർത്ത് വിജയിക്കും എന്ന് പറയുന്നുണ്ട്. അതെ, കൂടാതെ ബേപ്പൂര് പിടിക്കുമെന്ന് പറയുന്നുണ്ട്. കൊടുവള്ളി പിടിക്കുമെന്ന് പറയുന്നുണ്ട്. തിരുവമ്പാടി പിടിക്കുമെന്ന് പറയുന്നുണ്ട്. നാദാപുരം പിടിക്കുമെന്ന് പറയുന്നുണ്ട്. പേരാമ്പ്രയും വടകരയും പിടിക്കുന്നുണ്ട്. അങ്ങനെ 8 സീറ്റുകൾ അതിനകത്തുണ്ട്. 50-50 തന്നെ ഈ പറയുന്ന കോഴിക്കോട് സൗത്ത് ഉണ്ട്, കുന്നമംഗലമുണ്ട്, കുറ്റ്യാടിയുണ്ട്, കൊയിലാണ്ടിയുണ്ട്. അങ്ങനെ ഏകദേശം 4 മണ്ഡലങ്ങൾ അത്തരത്തിൽ 50-50 നിൽപ്പുണ്ട്.
ഒരു മണ്ഡലം 13 മണ്ഡലങ്ങളുള്ള ഒരു മണ്ഡലം ബാലുശ്ശേരി മാത്രമാണ് താങ്കൾ LDF പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഉറപ്പായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് LDF പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ബാലുശ്ശേരി മാത്രമാണ്. പക്ഷേ എനിക്കതിൽ ഒരുപാട് അല്ല, ഈ 50-50 പറയുന്നതില് നമ്മള് 50-50 അല്ലേ പറയുന്നത്? എനിക്ക് തോന്നുന്നു 50-50 ചിലപ്പോൾ അങ്ങനെ വന്നേക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം അത് ഈ പറയുന്ന കോഴിക്കോട് സൗത്ത് ആണ്, ഒന്ന് കുന്നമംഗലമാണ്, പിന്നൊന്ന് പറയുന്നത് കുറ്റിയാടിയാണ്, മറ്റൊന്ന് കൊയിലാണ്ടിയാണ്. ഇങ്ങനെയുള്ള 4 മണ്ഡലങ്ങളിലാണ് 50-50 പറയുന്നത്. പക്ഷെ അതെല്ലാം ഞാൻ LDF, ഞാൻ ഈ 13 കോൺസ്റ്റിറ്റ്യൻസിയിൽ താങ്കൾ പറയുന്ന പോലെയാണെങ്കിൽ ഇപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ 8-5 8-5 ആ 8-5 എന്ന് പറയുമ്പോൾ തന്നെ 8-5 പറയുന്നില്ല, 8+4 50-50 4 കൂടെ ഉണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ 12-1 എന്നുള്ള തരത്തിലാണ് അത് നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂര്, കുന്നംകുളം, പിന്നെ തിരുവമ്പാടി, കുറ്റിയാടി, കൊയിലാണ്ടി, ഇത്രയും സ്ഥലങ്ങൾ LDF സാധ്യതാ ലിസ്റ്റിലുണ്ട്. 9 എണ്ണം അങ്ങനെ LDF കിട്ടാനുള്ള സാധ്യത ആണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. 9 സീറ്റ് LDF കിട്ടാനുള്ള സാധ്യത. അതായത് ബാലുശ്ശേരി, ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂര്, കുന്നംകുളം, തിരുവമ്പാടി, കുന്നമംഗലം, പിന്നെ ഒന്ന് തിരുവമ്പാടി, കുറ്റിയാടി, കൊയിലാണ്ടി, ഇത്രയും സീറ്റുകൾ LDF ലഭിക്കാനുള്ള സാധ്യതയാണ് എനിക്കത് കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ നാദാപുരം കൃത്യമായിട്ടും UDF വിജയിച്ച് കയറാനുള്ള സാധ്യതയുള്ള ഒരു മണ്ഡലമാണത്. മറ്റൊന്ന് വടകര RMPയുടെ മണ്ഡലമാണ്, വളരെ കൃത്യമായിട്ട്. പേരാമ്പ്ര താങ്കൾ പറഞ്ഞ ഈ പറയുന്ന തഹ്ലിയ ഫാത്തിമയ്ക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. മറ്റൊന്ന് എന്ന് പറയപ്പെടുന്നത് പിന്നെയുള്ളത് കൊടുവള്ളിയാണ്. കൊടുവള്ളിയിലെ സീറ്റ് വളരെ ഷുവറായിട്ട് PK ഫിറോസാണ് വിജയിച്ച് വരിക തന്നെ ചെയ്യും. അവിടെ നിന്ന് വേറെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബാക്കിയുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്കും വേണമെങ്കിൽ 50-50 വയ്ക്കാൻ പറ്റുന്ന ബേപ്പൂരാണ്. ബേപ്പൂരിൽ 50-50 വയ്ക്കാം. അവിടെ അൻവറാണോ റിയാസാണോ എന്നുള്ളതിനെ കുറിച്ച് അവിടെയും സത്യം പറഞ്ഞ സാധ്യത ഈ പറയുന്ന പോലെ അൻവറിനൊരു മേൽക്കൈ ഉള്ള ഇടമാണ് ഈ ബേപ്പൂർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പക്ഷെ പലതുകൊണ്ടും ഒരു മാറ്റം അവിടെ ഉണ്ടായാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ മാർജിനിൽ LDF അനുകൂലമാകുന്ന ഒരു സാധ്യത ഉണ്ടായേക്കാം. പിന്നെ അതിനകത്ത് പറയാൻ പറ്റുന്ന ഏതൊരു മണ്ഡലമാണ്. അങ്ങനെ ഒരു 50-50 നോക്കിക്കഴിഞ്ഞാൽ പോലും കുറ്റിയാടി മണ്ഡലമുണ്ട്. കുറ്റിയാടിയിൽ വേണമെങ്കിൽ ചെറിയൊരു മത്സരം നടന്നേക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതിൽ ഒരു 7 എണ്ണമാവും. ബാക്കി ഒരു 6 സീറ്റുകൾ UDFനും 7 സീറ്റുകൾ LDFനും എത്തും. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്നത് 9-4 9 സീറ്റുകൾ LDFന് ലഭിക്കുമ്പോൾ 4 സീറ്റുകളായിരിക്കും കോഴിക്കോട് UDFന് ലഭിക്കാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഇനി അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം.